ജീവൻ നൽകി ഈ ഭൂമിയിൽ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം മടക്കി വരുത്തുന്ന ഒരനുഭവമല്ല ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഒരവസരം തന്നതുകൊണ്ട് ആ ജീവിതം ഉപയോഗിച്ച് സൃഷ്ടാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കി അവർക്ക് പ്രതിഫലം നൽകുന്ന അവസ്ഥയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് മരിച്ച് മനുഷ്യൻ ഈ ലോകത്തുനിന്ന് പോയാലും അവർ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചതിനൊത്തവണ്ണം അവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളിവിടെ കാണുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് യേശുക്രിസ്തു മുഖാന്തരമാണ് സംഭവിക്കുന്നത്. അവിടുത്തെ ശബ്ദത്തിങ്കൽ മരിച്ച് മൺമറഞ്ഞു പോയ സകല മനുഷ്യരും പുതുശരീരം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ പ്രതിഫലം വാങ്ങുവാൻ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ എത്തുന്ന സാഹചര്യത്തെക്കുറിച്ചുകൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മൺമറഞ്ഞുപോയ എല്ലാവരെയും പുനരുത്ഥാനം വഴി ദൈവസന്നിധിയിൽ നിർത്തുന്നത് അവിടുത്തെ ശബ്ദമാണ്, യേശുക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. അപ്പോൾ യേശുക്രിസ്തു അത്തരത്തിൽ മനുഷ്യനെ പുനരുത്ഥാനത്തിലൂടെ മടക്കി വരുത്തുവാൻ പ്രാപ്തിയുള്ളവനാണ്.